ഹലോ വെൽക്കം ടു പി കെ ലേണിങ്സ്. നമ്മളിപ്പോൾ പി വൈ ക്യൂവിൻ്റെ അടുത്തൊരു എപ്പിസോഡിലേക്ക് കിടക്കുകയാണ്. സ്കീംസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് എടുക്കുന്നത്. ഓൾറെഡി നമ്മൾ സ്കീംസ് ആയിരുന്നു റണ്ണിങ്. അപ്പോൾ അടുത്തൊരു എപ്പിസോഡോടുകൂടി മാത്രമേ സ്കീംസ് തീരുള്ളൂ. അപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് ഗവൺമെൻറ് സ്കീമുകളായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്ത് തുടങ്ങി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സ്കീമുകൾ തന്നെ ആയിരിക്കാം കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന 5 ഇയർ അല്ലെങ്കിൽ 10 ഇയർ മുകളിൽ ടൈം പീരീഡ് ഉള്ള സ്കീമുകളായിരിക്കും. അപ്പോൾ ഈ സ്കീമുകൾ പഠിക്കുമ്പോൾ എല്ലാ തവണയും നമുക്ക് എന്ത് കിട്ടും, ഈ പറയുന്ന അടുത്ത വരുന്ന എക്സാമുകൾക്കും അത് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ 2020 ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. 2021 ഓൾമോസ്റ്റ് തീരാറായി. അപ്പോൾ ഇനി വരുന്ന വർഷങ്ങളിലാണെങ്കിലും സ്കീമുകൾ പഠിക്കുമ്പോൾ ഇത്തരത്തിലുള്ള PYQs മാക്സിമം അറ്റൻഡ് ചെയ്യാൻ നോക്കുക. നമുക്ക് ഒരുപാട് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: വിച്ച് വൺ ഓഫ് ദ ഫോളോവിംഗ് പ്രോഗ്രാംസ് എൻവിസേജ് ടു പ്രൊവൈഡ് എഡ്യൂക്കേഷണൽ ഓപ്പർച്യൂണിറ്റീസ് ഫോർ കുടുംബശ്രീ വുമൺ? കുടുംബശ്രീ പ്രവർത്തകരായിട്ടുള്ള വിമൻസിന് വേണ്ടിയിട്ട് തയ്യാറാക്കിയ അല്ലെങ്കിൽ നടപ്പിലാക്കിയിട്ടുള്ള ഒരു വിദ്യാഭ്യാസ പദ്ധതി ഏതാണ്? ഒപ്പം, സമ, സഹായി, വിദ്യ, ഇതിലേതാണെന്നാണ് ചോദ്യം. അപ്പോൾ ഇതിന് ആൻസർ ആയിട്ട് വരുന്നത് സമയാണ് ഇതിന് ആൻസർ ആയിട്ട് വരുന്നത്. സമ എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് അവയർനെസ് ആൻഡ് മോട്ടിവേഷൻ ഫോർ ആക്ഷൻ ആണ്. സ്റ്റേറ്റ് അവയർനെസ് ആൻഡ് മോട്ടിവേഷൻ ഫോർ ആക്ഷൻ ആണ്. ദിസ് പ്രൊജക്ട് ഈസ് ആൻ എഡ്യൂക്കേഷൻ ഇനിഷ്യേറ്റീവ്സ് ലോഞ്ച്ഡ് ബൈ ദ കുടുംബശ്രീ ഇൻ കൊളാബറേഷൻ വിത്ത് കേരള സ്റ്റേറ്റ് ലിറ്ററസി മിഷൻ അതോറിറ്റി. കേരള സ്റ്റേറ്റ് ലിറ്ററസി മിഷനെ പറ്റി എല്ലാവർക്കും അറിയാം. കേരളത്തിൽ വിദ്യാഭ്യാസം പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒന്നാണ് കേരള സ്റ്റേറ്റ് ലിറ്ററസി മിഷൻ. അത് കുടുംബശ്രീയുമായി ചേർന്ന് പ്രവർത്തിച്ചുകൊണ്ട് നടപ്പിലാക്കുന്നതാണ് സമ അഥവാ സ്റ്റേറ്റ് അവയർനെസ് ആൻഡ് മോട്ടിവേഷൻ ഫോർ ആക്ഷൻ. Its primary goal is to provide educational opportunities for കുടുംബശ്രീ members who were unable to complete their formal schooling. പണ്ട് സ്കൂൾ ടൈമിൽ ഫോർമലായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്ത ആളുകൾക്ക് സ്കൂളിംഗ് അല്ലെങ്കിൽ വിദ്യാഭ്യാസം കൊടുക്കുക എന്ന് പറയുന്നതാണ് ഇതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. It specifically encourages women to appear for 10th standard and higher secondary equivalency examination. പ്രധാനമായിട്ടും 10-12 ക്ലാസ്സുകളിലേക്കാണ് equivalency examination നടത്തുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇംപ്ലിമെൻറ്റേഷനെ പറ്റി പറയുകയാണെങ്കിൽ ഇത് പ്രോഗ്രാം ഐഡൻറ്റിഫൈസ് വുമൺ വിത്ത് ദർ നെയ്ബർഹുഡ് ഗ്രൂപ്പ്സ്. NHGകൾ പ്രധാനമായിട്ട് മെമ്പേഴ്സ് ആയിട്ടുള്ള വിമൻസിനെ ഐഡൻറ്റിഫൈ ചെയ്യുക, who have dropped out of school and provides them with necessary coaching and support to clear these exams, thereby fostering social and educational empowerment. പ്രധാനമായിട്ടും എന്താണ് സോഷ്യൽ ആൻഡ് എഡ്യൂക്കേഷണൽ എംപവർമെൻറ്റ് വിമൻസിന് കൊടുക്കുക എന്ന് പറയുന്നതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശമെന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 2ലേക്ക് കടക്കാം. വിച്ച് ഓഫ് ദ ഫോളോവിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് എന്നാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ക്വസ്റ്റിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് PSC ക്യാൻസൽ ചെയ്തിട്ടില്ല. പക്ഷേ ഇതിൻ്റെ ചോദ്യത്തിൽ പ്രധാനമായിട്ടും ഉദ്ദേശിച്ചിരിക്കുന്നത് കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് എന്തൊക്കെയാണ് എന്നാണ്. അപ്പോൾ നമുക്കിതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒന്ന് പരിശോധിക്കാം. ട്രാൻസ്ഫോം ഇന്ത്യ ഇൻടു എ ഡിജിറ്റലി എംപവേർഡ് സൊസൈറ്റി ആൻഡ് നോളജ്. കേരള സ്റ്റാർട്ടപ്പ് മിഷൻ ഈസ് എ നോഡൽ ഏജൻസി ഇനിഷ്യേറ്റഡ് ബൈ ദ കേരള സ്റ്റേറ്റ്. മോട്ടോ ഓഫ് ഡിജിറ്റൽ ഇന്ത്യ ഈസ് പവർ ടു എംപവർ. സ്റ്റാൻഡപ്പ് ഇന്ത്യ സ്കീം സ്റ്റാർട്ടഡ് ഇൻ 2016. ഇതിൽ 1 and 3, 2 and 3, ഓൾ ഓഫ് ദ എബോവ്, 1, 2 and 4 ഓപ്ഷൻസാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ക്വസ്റ്റ്യൻ ആക്ച്വലി PSC ക്യാൻസൽ ചെയ്തിട്ടില്ലെങ്കിൽ ഇതിൻ്റെ ക്വസ്റ്റ്യൻ വളരെ ഓപ്പോസിറ്റ് ആണ് ആൻസർ ആയിട്ട് നമ്മൾ പരിഗണിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഇൻഫർമേഷൻ ആക്സസ് ചെയ്യാന്നുള്ളതുകൊണ്ട് നമുക്ക് ഈ ഒരു ക്വസ്റ്റിൻ്റെ യഥാർത്ഥ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്, അതിന് ശരി എന്താണെന്നുള്ള കാര്യം പരിശോധിക്കാം. അപ്പോൾ ആദ്യമായിട്ട് ഫസ്റ്റ് എന്ന് പറയുന്നത് ട്രാൻസ്ഫോം ഇന്ത്യ ഇൻറ്റു ഡിജിറ്റലി എംപവേർഡ് സൊസൈറ്റി ആൻഡ് നോളജ് ഇക്കോണമി എന്ന് പറയുന്ന ഡിജിറ്റൽ ഇന്ത്യ പ്രോഗ്രാം എന്ന് പറയുന്നത് മെൻഷൻ ചെയ്യണമായിരുന്നു. അതിനകത്ത് ഡിജിറ്റൽ ഇന്ത്യ എന്ന് പറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവാണ് പറഞ്ഞിരിക്കുന്നത്. ദിസ് ഇസ് ദ പ്രൈമറി വിഷൻ ആൻഡ് കോർ ഒബ്ജക്റ്റീവ് ഓഫ് ദ ഡിജിറ്റൽ ഇന്ത്യ പ്രോഗ്രാം ലോഞ്ച്ഡ് ബൈ ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. അത് സ്റ്റേറ്റ്മെന്റ് സത്യം പറഞ്ഞാൽ ഇൻകംപ്ലീറ്റ് ആണ്. നമ്മളതിനെ കംപ്ലീറ്റ് ചെയ്യാണ്. ഡിജിറ്റൽ ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മോട്ടോ അല്ലെങ്കിൽ അതിൻ്റെ പ്രധാനപ്പെട്ട സ്ലോഗനായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒന്നാണ് എന്ത്, ട്രാൻസ്ഫോം ഇന്ത്യ ഇൻറ്റു ഡിജിറ്റലി എംപവേർഡ് സൊസൈറ്റി ആൻഡ് നോളജ് ഇക്കോണമി എന്ന് പറയുന്നത്. ഇനി അത് കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റേറ്റ്മെന്റ് കേസും എന്നെ പറ്റിയിട്ടായിരുന്നു, അഥവാ KSUM എന്ന് പറഞ്ഞാൽ കേരള സ്റ്റാർട്ടപ്പ് മിഷനാണ്. ഇറ്റ്സ് എ നോഡൽ ഏജൻസി ഇനിഷ്യേറ്റഡ് ബൈ ദ കേരള സ്റ്റേറ്റ്. കേരള സ്റ്റേറ്റിൻ്റെ ഒരു നോഡൽ ഏജൻസിയാണെന്നാണ് പറയുന്നത് KSUM എന്ന് പറയുന്നത്. അപ്പോൾ KSUM അഥവാ പണ്ട് ടെക്നോ പാർക്ക് TBI എന്നായിരുന്നു പേര്, പിന്നീട് അത് കേരള സ്റ്റാർട്ടപ്പ് മിഷനായിട്ട് മാറി. ഇറ്റ്സ് ദ ഒഫീഷ്യൽ നോഡൽ ഏജൻസി ഓഫ് എന്റർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് ആൻഡ് ഇൻക്യുബേഷൻ ആക്ടിവിറ്റീസ് കേരള. പ്രധാനമായിട്ടും കേരളത്തിൽ ഒരുപാട് സ്റ്റാർട്ടപ്പ് മിഷൻസ് നടത്തുന്നുണ്ടെന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട നോഡൽ ഏജൻസി ആയിട്ട് വർക്ക് ചെയ്യുന്നത് KSUM ആണ്. മോട്ടോ ഓഫ് ഡിജിറ്റൽ ഇന്ത്യ ഈസ് പവർ ടു എംപവർ. ഡിജിറ്റൽ ഇന്ത്യയുടെ മോട്ടോ എന്ന് പറയുന്നത് പവർ ടു എംപവർ ആണ്, ശരിയാണ്. ദ ഒഫീഷ്യൽ ടാഗ് ലൈൻ ഓർ മോട്ടോ ഓഫ് ഡിജിറ്റൽ ഇന്ത്യ എന്ന് പറയുന്നത് പവർ ടു എംപവർ ആണ്. സ്റ്റാൻഡപ്പ് ഇന്ത്യ സ്കീം സ്റ്റാർട്ടഡ് ഇൻ 2016. അപ്പോൾ സ്റ്റാൻഡപ്പ് ഇന്ത്യ എന്ന് പറയുന്ന പദ്ധതി തുടങ്ങിയത് 2016. എന്താണ് സ്റ്റാൻഡപ്പ് ഇന്ത്യ സ്കീം വാസ് ലോഞ്ച്ഡ് ബൈ ദ പ്രൈം മിനിസ്റ്റർ ഓൺ April 5, 2016 ടു പ്രൊമോട്ട് എന്റർപ്രണർഷിപ്പ് അമംഗ് SC, ST ആൻഡ് വുമൺ. പ്രധാനമായിട്ടും SC, ST കാറ്റഗറിയിലുള്ളവർക്കും വിമൻസിന് വേണ്ടിയിട്ട് കൊളാട്രൽ ലെസ് ആയിട്ടുള്ള ലോൺ പ്രൊവൈഡ് ചെയ്യുക, അവർക്ക് സ്റ്റാർട്ടപ്പ് എന്റർപ്രണർഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുക എന്ന് പറയുന്നതായിരുന്നു സ്റ്റാൻഡപ്പ് ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 3ലേക്ക് കടക്കാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ സ്വയം തൊഴിൽ പദ്ധതി ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ആം ആദ്മി ബീമാ യോജന, പ്രധാനമന്ത്രി ഗ്രാം സഡക് യോജന, പ്രധാനമന്ത്രി ഗ്രാമോദയ യോജന, സ്വർണ്ണ ജയന്തി ഗ്രാം സ്വരോസ്ഗർ യോജന. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടും ഓരോ വാക്കുകളിൽ നിന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. നമ്മൾ ഓരോ പദ്ധതി കൊടുക്കുന്ന സമയത്തും അതിൻ്റെ പേര് ഒരു ഹിന്ദി നെയിം ആയിരിക്കും ഉണ്ടാവുക. ആ ഒരു പേര് സൂചിപ്പിക്കുന്ന തന്നെ ആ ഒരു പദ്ധതി എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതായിരിക്കും. ഇപ്പോൾ ബീമാ യോജന എന്ന് പറഞ്ഞാൽ ബീമ എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും ഇൻഷുറൻസ് മേഖലയായിട്ട് ബന്ധപ്പെട്ടുള്ള വാക്കാണ്. സഡക് യോജന എന്ന് പറഞ്ഞാൽ എന്താണ്, റോഡുമായിട്ടാണ്. സഡക് എന്ന് പറഞ്ഞാൽ റോഡാണ്. പ്രധാനമന്ത്രി ഗ്രാമോദയ യോജന ആൻഡ് പ്രധാനമന്ത്രി സ്വർണ്ണ ജയന്തി ഗ്രാം റോസ്ഗർ യോജന. റോസ്ഗർ എന്ന് പറഞ്ഞാൽ ജോലിയാണ്.
അപ്പോൾ ഇവിടെ സ്വയം തൊഴിൽ എന്ന് പറയുന്നത് കൊണ്ട് റോസ്ഗർ ആയിരിക്കും ജോലി എന്ന് പറഞ്ഞു വരിക. അപ്പോൾ ബീമ എന്ന് അവിടെ കണ്ടാലും നമുക്ക് മനസ്സിലാക്കാവുന്നത് എന്താണ്, ബീമ എന്ന് പറഞ്ഞാൽ ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ പ്രധാനമായിട്ടും ക്രോപ്പ് ഇൻഷുറൻസ് കൊടുക്കുക, ലൈഫ് ഇൻഷുറൻസ് കൊടുക്കുക, ഇതൊക്കെ പ്രധാനമായിട്ടും വാക്ക് ബീമ എന്നായിരിക്കും. ഇനി സടക്ക് എന്ന് പറഞ്ഞാൽ റോഡാണ്. എവിടെ സടക്ക് എന്ന് കണ്ടാലും എന്താണ് പ്രധാനമായിട്ടും അത് റോഡുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കും. റോസ്ഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ജോലിയുമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പോൾ സ്വർണ്ണ ജയന്തി ഗ്രാം സ്വരോസ്ഗർ യോജന എന്ന് പറഞ്ഞാൽ അത് ജോലിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ സ്വർണ്ണ ജയന്തി ഗ്രാം സ്വരോസ്ഗർ യോജനയാണ് ഒരു ഉത്തരമായിട്ട് വരുന്നത്. ഗ്രാമീണ മേഖലയിലെ ദരിദ്ര കുടുംബങ്ങളെ സ്വയം സഹായ സംഘങ്ങളിലൂടെ ഏകോപിപ്പിക്കുകയും അവർക്ക് വായ്പയും സബ്സിഡിയും നൽകി സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിനായിട്ട് സഹായിക്കുകയും ചെയ്യുന്ന പദ്ധതിയാണ്. 1999 ഏപ്രിൽ 1 സ്വർണ്ണ ജയന്തി ഗ്രാം സ്വരോസ്ഗർ യോജന വന്നത്. അപ്പോൾ എവിടെയാണ് പ്രധാനമായിട്ടും ഗ്രാമീണ മേഖലയിലെ ദരിദ്ര കുടുംബങ്ങളെ കണ്ടെത്തുക എന്നുള്ളതാണ്. അവിടെ SHGകൾ രൂപീകരിച്ച് അതിലൂടെ അവർക്ക് വായ്പയും സബ്സിഡിയും നൽകിക്കൊണ്ട് ഒരു സ്വയം തൊഴിൽ മേഖലയായിട്ട് മാറ്റുക. അപ്പോൾ അതിനുവേണ്ടി അവർക്ക് ഹെൽപ്പ് ചെയ്ത് കൊടുക്കുക എന്ന് പറയുന്നതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. 1999 സ്വർണ്ണ ജയന്തി ഗ്രാം സ്വരോസ്ഗർ യോജന പ്രധാനമായിട്ടും നിലവിൽ വന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 4 നോക്കുകയാണെങ്കിൽ 1 മുതൽ 12 വരെയുള്ള ക്ലാസ്സുകൾക്ക് ആവശ്യമായ ഡിജിറ്റൽ പഠന വിഭവങ്ങൾ സമാഹരിച്ചിട്ടുള്ള കൈറ്റിൻ്റെ പോർട്ടൽ ഏതാണ്? സമേതം, സമ്പൂർണ്ണ, സമഗ്ര, കൂൾ. ഇപ്പോൾ നമ്മൾ ഒരുപാട് ആളുകൾ ചിലപ്പോൾ 10th-ൻ്റെയോ 12th-ൻ്റെ ഒക്കെ അല്ലെങ്കിൽ സ്കൂൾ ടെക്സ്റ്റ് ബുക്കുകളുടെയൊക്കെ സിലബസ് അല്ലെങ്കിൽ ക്ലാസ് ടെക്സ്റ്റുകൾ വാങ്ങാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ക്ലാസ് ടെക്സ്റ്റുകൾ ഓൺലൈനായിട്ട് ഡൗൺലോഡ് ചെയ്യാനൊക്കെ ആയിട്ട് പ്രധാനമായിട്ട് നമ്മൾ ആശ്രയിച്ചിട്ടുള്ള ഒന്നായിരിക്കും സമഗ്ര എന്ന് പറയുന്നത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾക്ക് ചിലപ്പോൾ അറിയാം സമഗ്ര പോർട്ടൽ എവിടെയാണ് കിട്ടുക, അതിൻ്റെ അകത്ത് എന്താ ഉള്ളതെന്നൊക്കെ നമുക്കൊരു ഐഡിയ ഉണ്ടാവും. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് 1 മുതൽ 12 വരെ ക്ലാസ്സുകൾക്ക് ആവശ്യമായിട്ടുള്ള ഡിജിറ്റൽ പഠന വിഭവങ്ങൾ സമാഹരിച്ചിട്ടുള്ള കൈറ്റിൻ്റെ പോർട്ടൽ എന്ന് പറയുന്നത് അപ്പോൾ എന്ത് തന്നെയായിരിക്കും? സമഗ്ര തന്നെ ആയിരിക്കും. കേരളത്തിലെ സ്കൂൾ വിദ്യാഭ്യാസ രംഗത്ത് ഡിജിറ്റൽ വിപ്ലവം ലക്ഷ്യമിട്ട് കൈറ്റ് അല്ലെങ്കിൽ കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ ആണ് കൈറ്റിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്. കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ ഇത് വികസിപ്പിച്ചെടുത്ത പോർട്ടലാണ് സമഗ്ര എന്ന് പറയുന്നത്. 1 മുതൽ 12 വരെയുള്ള ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ആവശ്യമായിട്ടുള്ള ഡിജിറ്റൽ പഠന വിഭവങ്ങൾ ഒരു കുടക്കീഴിൽ ലഭ്യമാക്കുക എന്നാണ് ഇതിന് പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത്. പാഠപുസ്തകങ്ങൾ, വീഡിയോകൾ, ചിത്രങ്ങൾ, അനിമേഷനുകൾ, മൂല്യനിർണ്ണയ സഹായികൾ ഇതൊക്കെ ഈ പോർട്ടലിൽ ലഭ്യമാണ്. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 5 ആണ്. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ഏറ്റവും പ്രയാസപ്പെടുന്ന കുടുംബങ്ങൾക്ക് പ്രയോജനം ലഭിക്കുന്ന ഭക്ഷ്യസുരക്ഷാ പദ്ധതി ഏതാണ്? അപ്പോൾ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള കുടുംബങ്ങൾക്ക് പ്രയോജനം ലഭിക്കുന്ന ഭക്ഷ്യസുരക്ഷാ പദ്ധതി ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സ്വർണ്ണ ജയന്തി, ഷഹാരി റോസ്ഗർ യോജന, അന്നപൂർണ്ണ, ഉച്ചഭക്ഷണ പരിപാടി, അന്ത്യോദയ അന്ന യോജന. ഇതിലൊരെണ്ണം നമുക്ക് ഒഴിവാക്കാം. സ്വർണ്ണ ജയന്തി, ഷഹാരി റോസ്ഗർ യോജന. റോസ്ഗർ ജോലിയാണ് നമുക്ക് അറിയാവുന്നതുകൊണ്ട് അത് ഒഴിവാക്കാം. ബാക്കി അന്നപൂർണ്ണ, ഉച്ചഭക്ഷണ പരിപാടി, അന്ത്യോദയ അന്ന യോജന ആയിരിക്കും നമുക്ക് കൺഫ്യൂഷൻ വരിക. അപ്പോൾ ഇതിന് ആൻസർ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് അന്ത്യോദയ അന്ന യോജനയാണ്. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള കുടുംബങ്ങളിൽ തന്നെ ഏറ്റവും പിന്നാക്കം നിൽക്കുന്ന, അതായത് ഏറ്റവും ദരിദ്രരായ ദരിദ്രർക്ക്, പോറസ്റ്റ് ഓഫ് ദ പൂർ എന്ന് പറയുന്ന ഒരു കാറ്റഗറിനെ കണ്ടെത്തി അവർക്ക് വേണ്ടി കേന്ദ്ര സർക്കാർ ആരംഭിച്ച ഒരു പദ്ധതിയായിരുന്നു അന്ത്യോദയ അന്ന യോജന. ഏറ്റവും താഴെയുള്ളവർക്ക് വരെ എന്ത് കൊടുക്കണം? അവർ വരെ മുകളിലേക്ക് കയറി കൊണ്ടുവരണം എന്നാണ് അന്ത്യോദയ അന്ന യോജന എന്നതുകൊണ്ട് ഉദ്ദേശം. പട്ടിണി നിർമ്മാർജ്ജനം ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ 2000 ഡിസംബറിലാണ് ഈ പദ്ധതി ആരംഭിച്ചത്. അപ്പോൾ പ്രധാനമായിട്ടും ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ പദ്ധതി പ്രകാരം തിരഞ്ഞെടുക്കപ്പെട്ട കുടുംബങ്ങൾക്ക് വളരെ കുറഞ്ഞ നിരക്കിൽ, അതായത് അരി കിലോയ്ക്ക് 3 രൂപ, ഗോതമ്പ് 2 രൂപ നിരക്കിൽ, ഇത് മാർക്കോട്ടിരിക്കാം, നിലവിൽ 3 രൂപ 2 രൂപ നിരക്കിൽ പ്രതിമാസം 35 കിലോഗ്രാം ഭക്ഷ്യധാന്യങ്ങൾ കൊടുക്കുന്ന പദ്ധതിയാണ് പ്രധാനമായിട്ടും അന്ത്യോദയ അന്ന യോജന എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിന് ഗുണഭോക്താക്കൾ പ്രധാനമായിട്ടും ഈ താഴെക്കടയിൽ കിടക്കുന്ന വിധവകളാവാം, മാരകരോഗമുള്ളവരാവാം, മുതിർന്ന പൗരന്മാരാവാം, ഭിന്നശേഷിക്കാരാവാം തുടങ്ങിയവർ ഗ്രഹനാഥരായുള്ള ഏറ്റവും നിർദ്ധനരായ കുടുംബങ്ങളെ കണ്ടുപിടിച്ച് അവർക്കാണ് നമ്മൾ പ്രധാനമായിട്ടും ഈ ഒരു പദ്ധതിയിൽ ഗുണഭോക്താക്കളായിട്ട് നിശ്ചയിക്കുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 6 നോക്കാം. ദ സ്കീം അസോസിയേറ്റഡ് വിത്ത് പ്രൊവൈഡിംഗ് റെക്കോർഡ് ഓഫ് റൈറ്റ്സ് ടു ദ പ്രോപ്പർട്ടി ഓണേഴ്സ് ഇൻ ദ റൂറൽ ഏരിയ ബൈ ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. പ്രധാനമായിട്ടും റൂറൽ ഏരിയാസിൽ അവർക്ക് അവകാശം, ഭൂമിയുടെ അവകാശം സ്ഥാപിച്ചു കൊടുക്കുക അല്ലെങ്കിൽ റെക്കോർഡ് ഓഫ് റൈറ്റ്സ് കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട സ്കീം ഏതാണ്? മിഷൻ കർമ്മയോഗി, സ്വാമിത്വ സ്കീം, സഹകാർ മിത്ര സ്കീം, സ്റ്റാൻഡപ്പ് ഇന്ത്യ സ്കീം. ഇതിലേതാണ് പ്രധാനമായിട്ടും ഒരു പദ്ധതിയായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്നതെന്നാണ് ചോദ്യം. അപ്പോൾ ഇതിൽ വരുന്നത് സ്വാമിത്വ സ്കീമാണ്. ദ സ്വാമിത്വ എന്ന് പറഞ്ഞാൽ സർവേ ഓഫ് വില്ലേജസ് ആൻഡ് മാപ്പിംഗ് വിത്ത് ഇംപ്രവൈസ്ഡ് ടെക്നോളജി ഇൻ വില്ലേജ് ഏരിയാസ്. അപ്പോൾ സർവേയുമായിട്ട് ബന്ധപ്പെട്ട ഒന്നാണ് സ്വാമിത്വ സ്കീം. സ്വാമിത്വ എന്ന് പറഞ്ഞാൽ ഫുൾ ഫോം എന്ന് പറയുന്നത് എന്താണ്? SVAMITVA ആണ്. അതുകൊണ്ട് തന്നെ അത് സർവേ ഓഫ് വില്ലേജസ് ആൻഡ് മാപ്പിംഗ് വിത്ത് ഇംപ്രവൈസ്ഡ് ടെക്നോളജി ഇൻ വില്ലേജ് ഏരിയാസ് എന്നാണ്. ദി സ്കീം ഇസ് എ സെൻട്രൽ സെക്ടർ സ്കീം ഓഫ് ദ മിനിസ്ട്രി ഓഫ് പഞ്ചായത്ത് രാജ്. പ്രധാനമായിട്ടും സെൻട്രൽ സെക്ടർ സ്കീമാണ്. സെൻട്രൽ സെക്ടർ സ്കീം എന്ന് പറഞ്ഞാൽ എന്താണ്? സെൻട്രൽ ഗവൺമെന്റ് ഡയറക്ട്ലി ഇംപ്ലിമെന്റ് ചെയ്യുന്ന പദ്ധതിയാണ്. ഇത് മിനിസ്ട്രി ഓഫ് പഞ്ചായത്ത് രാജാണ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. ഇറ്റ്സ് പ്രൈമറി ഗോൾ ഇസ് ടു പ്രൊവൈഡ് ആൻ ഇൻ്റഗ്രേറ്റഡ് പ്രോപ്പർട്ടി വാലിഡേഷൻ സൊല്യൂഷൻ ടു റൂറൽ ഇന്ത്യ. റൂറൽ ഇന്ത്യയിലാണ് പ്രധാനമായിട്ട് ഈ ഒരു പദ്ധതി നടപ്പിലാക്കുന്നത്. ഇത് ഗ്രാൻസ് എ റെക്കോർഡ് ഓഫ് റൈറ്റ്സ് വിത്ത് വില്ലേജ് ഹോൾഡേഴ്സ്, ഹൗസ് ഹോൾഡ് ഓണേഴ്സ് ഹു ആർ ദെൻ ഇഷ്യൂഡ് പ്രോപ്പർട്ടി കാർഡ്സ്. പ്രധാനമായിട്ടും വില്ലേജ് ഏരിയസിലുള്ള ആളുകൾക്ക് ഭൂമി സർവേ ചെയ്തതിന് ശേഷം അത് കൃത്യമായിട്ട് പതിച്ചു കൊടുക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. അവർക്ക് റെക്കോർഡ് കൊടുക്കുന്നു, അല്ലെങ്കിൽ ഒരു ലാൻഡ് റെക്കോർഡ് അവർക്ക് ഓണർഷിപ്പ് ആയിട്ട് കൊടുക്കുന്നു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് പ്രോപ്പർട്ടി കാർഡാണ് വിതരണം ചെയ്യുന്നത്. ദിസ് സ്കീം യൂസസ് ഡ്രോൺ ടെക്നോളജി ടു സർവേ ആൻഡ് മാപ്പ് ലാൻഡ് പാഴ്സൽസ് ഇൻ അൺഇൻഹിബിറ്റഡ് ഓർ അബാദി ഏരിയാസ് ഓഫ് ദ വില്ലേജസ്. വില്ലേജസിൽ പ്രധാനമായിട്ടും അൺഇൻഹിബിറ്റഡ് ആയിട്ട് കിടക്കുന്ന ലാൻഡ് ഏരിയകളെ സർവേ ചെയ്തുകൊണ്ട് അവർക്ക് പതിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ദീസ് പ്രോപ്പർട്ടി കാർഡ്സ് അലോസ് റൂറൽ ഓണേഴ്സ് to use their properties as a financial asset for taking loans from the banks and help in reducing property related disputes. അപ്പോൾ ഭൂമിയുമായിട്ട് ബന്ധപ്പെട്ട, ഭൂമി ഇല്ലാതെ ജീവിക്കുന്നവരുടെ അവസ്ഥ നമുക്കറിയാം.
അവർക്ക് ഭൂമി പതിച്ച് കൊടുക്കുന്നത് വഴി പ്രധാനമായിട്ടും വീടുകൾ പണിയാനായിട്ട് സാധിക്കുന്നു. വേറെ ഒരുപാട് പദ്ധതികളിലാണെങ്കിലും അവർക്ക് ലോൺ കിട്ടണമെങ്കിൽ, എന്തെങ്കിലും ഒരു കാര്യങ്ങൾ അവർ നടത്താൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ, അവർ കൃഷി സ്റ്റാർട്ട് ചെയ്യണം, ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഈടായിട്ട് ഈ ഭൂമി വയ്ക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 7 ആണ്. എമംഗ് ദ ഫോളോവിങ് വിച്ച് ആർ ദ സ്കീംസ് ദാറ്റ് ആർ നെറ്റ്വർക്ക്ഡ് ടു പ്രൊവൈഡ് ബെയർ നെസസിറ്റീസ് ടു എ ഹൗസ് ഹോൾഡ് ബൈ ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ? പ്രധാനമായിട്ടും താഴെ തന്നിരിക്കുന്ന സ്കീമുകളിൽ വിച്ച് ആർ നെറ്റ്വർക്ക്ഡ് ടു പ്രൊവൈഡ് ബെയർ നെസസിറ്റീസ് ഓഫ് ദ ഹൗസ് ഹോൾഡ്, ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ കിട്ടാൻ വേണ്ടിയിട്ട് നടത്തുന്ന പദ്ധതികൾ ഏതൊക്കെയാണെന്നാണ് ചോദ്യം. സ്വച്ഛ് ഭാരത് മിഷൻ, അടൽ പെൻഷൻ യോജന, ജൽ ജീവൻ മിഷൻ, സൗഭാഗ്യ യോജന. സ്വച്ഛ് ഭാരത് മിഷൻ, പ്രധാനമന്ത്രി വയവന്ദന യോജന, പ്രധാനമന്ത്രി മുദ്ര യോജന, സൗഭാഗ്യ യോജന. സ്വച്ഛ് ഭാരത് മിഷൻ, പ്രധാനമന്ത്രി ആവാസ് യോജന, ജൽ ജീവൻ മിഷൻ, സൗഭാഗ്യ യോജന. സ്വച്ഛ് ഭാരത് മിഷൻ, പ്രധാനമന്ത്രി ആവാസ് യോജന, ജൻ സുരക്ഷാ യോജന, പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന. ഇതിലേതാണ് ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ബെയർ നെസസിറ്റീസ് നീഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ബെയർ നെസസിറ്റീസ് ആയിട്ടുള്ള നീഡ്സ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്ന ഗവൺമെൻറ് കൊടുക്കുന്ന പദ്ധതികൾ ഇതിൽ ഏതൊക്കെയാണ്? ഈ കോമ്പിനേഷനുകളിൽ ഏത് കോമ്പിനേഷൻ ആണെന്നാണ് ചോദ്യം. അപ്പോൾ ഇതിൽ നമുക്ക് പ്രധാനമായിട്ടും പറയാൻ പറ്റുന്നത് ഓപ്ഷൻ സി ആണ്. സ്വച്ഛ് ഭാരത് മിഷൻ, പ്രധാനമന്ത്രി ആവാസ് യോജന, ജൽ ജീവൻ മിഷൻ, സൗഭാഗ്യ യോജന. The bare necessities refers to the basic infrastructure and services required for a decent quality of life. The Economic Survey of India introduced the Bare Necessities Index, which measures access to these essential services across 5 dimensions. ബെയർ നെസസിറ്റീസ് എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്ന പ്രധാനമായിട്ടും 5 മേഖലകളാണ്. ഒന്ന് വാട്ടർ, സാനിറ്റേഷൻ, ഹൗസിംഗ്, മൈക്രോ എൻവയോൺമെന്റ് ആൻഡ് അതർ ഫെസിലിറ്റീസ്. പ്രധാനമായിട്ടും വെള്ളം, അതുപോലെ തന്നെ ബെറ്റർ സാനിറ്റേഷൻ, ഹൗസിംഗ്, അതുപോലെ തന്നെ മൈക്രോ എൻവയോൺമെന്റ്, അവരുടെ ചുറ്റുപാടും കിടക്കുന്ന മൈക്രോ എൻവയോൺമെന്റ്, അതർ ഫെസിലിറ്റീസ് ആണ് പ്രധാനമായിട്ട് ഇതിൽ വരിക. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടും നമ്മൾ പറഞ്ഞതുപോലെ 4 പദ്ധതികളുണ്ടായിരുന്നു. സ്വച്ഛ് ഭാരത് മിഷൻ പ്രധാനമായിട്ടും സാനിറ്റേഷൻസുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. പ്രധാനമന്ത്രി ആവാസ് യോജന ഹൗസിംഗുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ജൽ ജീവൻ മിഷൻ പ്രൊവൈഡ്സ് ഡ്രിങ്കിങ് വാട്ടർ, ടാപ്പ് കണക്ഷൻ കൊടുക്കുന്നു. സൗഭാഗ്യ മിഷൻ എന്ന് പറഞ്ഞാൽ പ്രോപ്പറായിട്ട് ഇലക്ട്രിസിറ്റി, പുവർ കണക്ഷനുള്ള സ്ഥലങ്ങളിൽ ബെയർ ആയിട്ടുള്ള ഇലക്ട്രിസിറ്റി നീഡ് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയുള്ള കണക്ഷൻസ് എടുത്തു കൊടുക്കുന്നു. അപ്പോൾ ഇതാണ് പ്രധാനമായിട്ട് 4 പദ്ധതികൾ. സ്വച്ഛ് ഭാരത് എന്ന് പറഞ്ഞാൽ സാനിറ്റേഷനായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. പ്രധാനമന്ത്രി ആവാസ് യോജന വീടുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ജൽ ജീവൻ ടാപ്പ് വാട്ടർ കണക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നെങ്കിൽ സൗഭാഗ്യ യോജന ഇലക്ട്രിസിറ്റി ആയിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ഇത് 4 പ്രധാനമായിട്ടും ബെയർ നെസസിറ്റീസ് ആയിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന പദ്ധതികൾ എന്ന് പറയുന്നത്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 8 നോക്കിയാൽ, വിച്ച് ഓഫ് ദ ഫോളോവിംഗ് സ്റ്റേറ്റ്മെന്റ് റിലേറ്റഡ് ടു ദ പ്രൈം മിനിസ്റ്റർ എംപ്ലോയ്മെന്റ് ജനറേഷൻ പ്രോഗ്രാം ഈസ് നോട്ട് ട്രൂ? PMEGP-യുമായിട്ട് ബന്ധപ്പെട്ട പദ്ധതികളിൽ ശരിയായതല്ലാത്തത് ഏത്? The maximum cost of project per unit in the manufacturing sector is 25 lakh. 25 ലക്ഷം രൂപയാണ് എന്ത്? The maximum cost of project per unit. മാനുഫാക്ചറിംഗ് സെക്ടറിൽ പ്രധാനമായിട്ടും ഒരു കോസ്റ്റ് ഓഫ് പ്രൊജക്ട് എന്ന് പറയുന്നതിന് 25 ലക്ഷം രൂപയാണ്. ഇൻഡിവിജ്വൽസ്, SHGs, പ്രൊഡക്ഷൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റ് ആർ എലിജിബിൾ ടു അപ്ലൈ. പ്രധാനമായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ആർക്കൊക്കെയാണ്? SHG, പ്രൊഡക്ഷൻ കോപ്പറേറ്റീവുകൾ, ചാരിറ്റബിൾ ട്രസ്റ്റുകളാണ്. ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് കോർപ്പറേഷൻ ഓർ കമ്മീഷൻ ഈസ് ദ ഇംപ്ലിമെന്റിംഗ് ഏജൻസി ഓഫ് ദ സ്കീം. ഈ സ്കീം ഇംപ്ലിമെന്റ് ചെയ്യുന്ന ഏജൻസി എന്ന് പറയുന്നത് ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്മീഷൻ ആണ്. There is no minimum education qualification for apply the scheme. ഇനി ഒരു മിനിമം എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഇല്ല. അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മിനിമം എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഇല്ല. ഇതിൽ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് തെറ്റ് എന്നാണ് ചോദ്യം. അപ്പോൾ there is no minimum education qualification for applying for this scheme എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. എന്താണ്? The Prime Minister Employment Generation Program PMEGP എന്ന് പറയുന്നത് actually does have a minimum educational requirement for specific project sizes. ഓരോ സ്പെസിഫിക് പ്രൊജക്ട് സൈസ് അനുസരിച്ച് അതിന് എഡ്യൂക്കേഷണൽ റിക്വയർമെന്റ് ഉണ്ട്. The rule എന്ന് പറയുന്നത് എന്താണ്? For setting up a project costing about 10 lakh in the manufacturing sector or about 5 lakhs in the business service sector, the beneficiary must have at least passed the 8th standard. 8ാം ക്ലാസ് പാസ്സായിരിക്കണം. എന്തിന്? 10 ലക്ഷം മാനുഫാക്ചറിംഗ് സെക്ടറിലാണെങ്കിൽ 10 ലക്ഷം രൂപയ്ക്ക് മുകളിൽ ഇൻവെസ്റ്റ്മെന്റ് വേണ്ടി വരുന്ന ഒരു പദ്ധതി നടപ്പിലാക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ പ്രൊജക്ട് നടപ്പിലാക്കുന്ന കോസ്റ്റ് എന്ന് പറയുന്നത് 10 ലക്ഷം രൂപയോ, അല്ലെങ്കിൽ ബിസിനസ് സർവീസ് സെക്ടറുകളാണെങ്കിൽ പ്രധാനമായിട്ട് അവിടെ 5 ലക്ഷം രൂപയാണ് ഈ ഒരു പ്രൊജക്ട് കോസ്റ്റ് വരുന്നതെങ്കിൽ, അവിടെ ആ ഒരു നടപ്പിലാക്കുന്ന ആൾ 8ാം ക്ലാസ് പാസ്സായെങ്കിൽ മാത്രമേ ഈ പദ്ധതിക്ക് വേണ്ടി അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കൂ. Statement D therefore false because it claims there is no qualification required whereas mandatory for higher value projects. പ്രധാനമായിട്ട് ഈ പറഞ്ഞ പദ്ധതികൾക്ക് 8ാം ക്ലാസ്സിൽ പിന്നീട് വരുന്ന അതിന് മുകളിലുള്ള പദ്ധതികളിലേക്ക് കൂടുതൽ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസ് റിക്വയർമെന്റും എന്ത് പറയുന്നുണ്ട് ഈ പദ്ധതി അഥവാ പ്രൈം മിനിസ്റ്റർ എംപ്ലോയ്മെന്റ് ജനറേഷൻ പ്രോഗ്രാം PMEGP റിക്വയർ ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കുക. അടുത്ത 9ാമത്തെ ക്വസ്റ്റിലേക്ക് നോക്കുകയാണെങ്കിൽ, ദ സ്കീം അനൗൺസ്ഡ് ബൈ ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ടു ക്രിയേറ്റ് ന്യൂ എംപ്ലോയ്മെന്റ് ആൻഡ് റീസ്റ്റോറേഷൻ ലോസ് ഓഫ് ദ എംപ്ലോയ്മെന്റ് ഡ്യൂറിംഗ് COVID-19. പ്രധാനമായിട്ട് COVID-19 സമയത്ത് പോയ ജോലികൾ വീണ്ടും റീഗെയിൻ ചെയ്ത് കൊടുക്കാനും പുതിയ ജോലികൾ സൃഷ്ടിക്കാൻ, തസ്തികകൾ സൃഷ്ടിക്കാനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഗവൺമെന്റ് കൊണ്ടുവന്ന സ്കീം ഏതാണ്? പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ യോജന, ആത്മനിർഭർ ഭാരത് റോസ്ഗാർ യോജന, പ്രൈം മിനിസ്റ്റേഴ്സ് എംപ്ലോയ്മെന്റ് ജനറേഷൻ പ്രോഗ്രാം, ദീൻദയാൽ അന്ത്യോദയ യോജന, നാഷണൽ അർബൻ ലിവ്ലിഹുഡ് മിഷൻ. അപ്പോൾ ഈ ഒരു പേര് കേൾക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും എന്താണ്. നമ്മൾ ആദ്യമേ പറഞ്ഞു റോസ്ഗർ എന്ന് പറഞ്ഞ ജോലിയാണെന്ന് മനസ്സിലായി. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെന്റിൽ ഗരീബ് കല്യാൺ എന്ന് പറയുന്ന സാധനം, ഭാരത് റോസ്ഗർ എന്ന് പറയുന്ന സാധനം, എംപ്ലോയ്മെന്റ് ജനറേഷൻ, കൂടാതെ ദീൻദയാൽ അന്ത്യോദയ യോജന, അർബൻ ലിവ്ലിഹുഡ്. അപ്പോൾ അന്ത്യോദയ എന്ന് പറഞ്ഞാൽ എന്താണ്? ഏറ്റവും താഴെക്കിടയിലുള്ള ആളുകളെ മുകളിലേക്ക് കയറ്റിക്കൊണ്ടുവരിക എന്ന് പറഞ്ഞ ഉദ്ദേശത്തോടു കൂടി നടപ്പിലാക്കുന്നതാണ് അന്ത്യോദയ എന്ന്. അപ്പോൾ അത് നമുക്ക് വെട്ടാം.
ഗരീബ് കല്യാൺ എന്ന് പറയുന്നതാണ്, ഗരീബ് എന്ന് പറയുന്നതാണ് പ്രധാനമായിട്ടും പട്ടിണിയായിട്ട് ബന്ധപ്പെട്ടാണ്, അതുമായിട്ട് ബന്ധപ്പെട്ട സ്കീമാണെന്ന് മനസ്സിലായി. അപ്പോൾ അത് മാറ്റി കഴിഞ്ഞാൽ റോസ്ഗറും എംപ്ലോയ്മെന്റ് ജനറേഷനും ഉള്ളൂ. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് പിക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതിൽ പ്രധാനമായിട്ടും ഇപ്പോൾ നമ്മൾ ഓൾറെഡി PMEGPയുടെ കാര്യം ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അടുത്ത COVID-19 സമയത്ത് വന്നപ്പോൾ അതല്ലെന്ന് മനസ്സിലായി. അപ്പോൾ അതിൻ്റെ ആൻസറായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് ആത്മനിർഭർ ഭാരത് റോസ്ഗർ യോജനയാണ്. ദ ആത്മനിർഭർ ഭാരത് റോസ്ഗർ യോജന വാസ് ലോഞ്ച്ഡ് ഇൻ ഒക്ടോബർ 2020, ഒക്ടോബർ 2020 വന്നത്. ആസ് എ പാർട്ട് ഓഫ് ദ ആത്മനിർഭർ ഭാരത് 3.0 പാക്കേജ്. ആത്മനിർഭർ ഭാരതിന്റെ 3.0 പാക്കേജിന്റെ കൂടെ 2020 ആത്മനിർഭർ ഭാരത് റോസ്ഗർ യോജന വരുന്നത്. It is specifically designed to incentivize employers for the creation of new employment and to support the restoration of job loss during COVID-19 pandemic. COVID-19 സമയത്ത് ജോബ് ലോസ് പോയ അല്ലെങ്കിൽ ജോബ് ലോസ് സംഭവിച്ച ആളുകൾ പ്രധാനമായിട്ട് കമ്പനികൾക്ക് ആളുകൾ റിക്രൂട്ട് ചെയ്യാനും അവർക്ക് ജോലി കൊടുക്കാനുള്ള ഒരു ബൂസ്റ്റ് കൊടുക്കുകയാണ് ഈ പദ്ധതിയിലൂടെ ചെയ്യുന്നത്. Under this scheme, the central government provides a subsidy for 24 months in respect of new employees engaged on or after October 1, 2020. October 1, 2020 അതിനുശേഷമോ അല്ലെങ്കിൽ ആ ഒരു ടൈം പീരീഡിലോ പിന്നീട് വരുന്ന ന്യൂ എംപ്ലോയീസിന് വേണ്ടിയിട്ട് ഗവൺമെന്റ് ഒരു സബ്സിഡിയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. The subsidy covers employment provident fund contributes both employer and employer share in many case for establishments employing up to 1000 employees. പ്രധാനമായിട്ടും 1000 എംപ്ലോയീസിലധികം ആളുകൾ വർക്ക് ചെയ്യുന്ന സ്ഥലങ്ങളിൽ എന്ത് ചെയ്യുന്നു, EPF ഉൾപ്പെടെ അതിനൊരു കോൺട്രിബ്യൂഷൻ ആയിട്ട് ഉൾപ്പെടെ എമൗണ്ട് ഇവർ ഗവൺമെന്റ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നു, ബാക്കി കമ്പനികൾക്ക് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നു. അത് കൂടുതൽ ജോലി സൃഷ്ടിക്കാനായിട്ട് കാരണമായിട്ട് മാറുന്നു എന്നാണ്. ടാർഗറ്റ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഇറ്റ് ഫോക്കസ് ഓൺ ദ വർക്കേഴ്സ് ഏർണിംഗ് ലെസ് ദാൻ 15,000 per month who were not working in an establishment registered with the EPFO before the pandemic or who lost their jobs during the lockdown period. ലോക്ക്ഡൗൺ പീരീഡിൽ ജോലി പോയവർക്കോ അല്ലെങ്കിൽ 15,000 രൂപയിൽ താഴെ സാലറി വാങ്ങുന്ന ആളുകൾ, അപ്പോൾ ദേ വെർ നോട്ട് വർക്കിംഗ് എനി എസ്റ്റാബ്ലിഷ്മെന്റ് രജിസ്റ്റേർഡ് വിത്ത് EPFO, EPFുമായിട്ട് ബന്ധപ്പെട്ട ഒരു രജിസ്റ്റേർഡ് സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്യാത്തവരോ പാൻഡമിക്കിന്റെ സമയത്ത് വർക്ക് ചെയ്യാത്തവരോ ജോലി പോയവരായിട്ടുള്ള ആളുകളാണ് പ്രധാനമായിട്ടും ടാർഗറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത 10ാമത്തെ ക്വസ്റ്റിനിലേക്ക് കടക്കാം. അംബേദ്കർ സോഷ്യൽ ഇന്നൊവേഷൻ ആൻഡ് ഇൻക്യുബേഷൻ മിഷൻ ASIIM ആരംഭിച്ചത് ഏത് മന്ത്രാലയമാണ്? ട്രൈബൽ അഫെയർ, എഡ്യൂക്കേഷൻ, സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എംപവർമെന്റ്, ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ്. ഇതിൽ ഏത് മന്ത്രാലയമാണ് ഇത് ആരംഭിച്ചത് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇതിൻ്റെ ഉത്തരമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എംപവർമെന്റ് ഡിപ്പാർട്ട്മെന്റ് ആണ്, അല്ലെങ്കിൽ ആ ഒരു മിനിസ്ട്രിയാണ്. ASIIM അഥവാ അംബേദ്കർ സോഷ്യൽ ഇന്നൊവേഷൻ ആൻഡ് ഇൻക്യുബേഷൻ മിഷൻ ആരംഭിച്ചത് കേന്ദ്ര സാമൂഹ്യനിധി ശാക്തീകരണ മന്ത്രാലയമാണ്, അഥവാ മിനിസ്ട്രി ഓഫ് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എംപവർമെന്റ് ആണ്. ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കിടയിൽ നവസംരംഭകത്വവും അഥവാ എന്റർപ്രണർഷിപ്പ്, നൂതന ആശയങ്ങളും പ്രോത്സാഹിപ്പിക്കുക എന്നാണ് ഈ മിഷന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം. വെഞ്ചർ ക്യാപിറ്റൽ ഫണ്ട് ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ് അഥവാ VGFSG എന്ന പദ്ധതിക്ക് കീഴിലാണ് ഈ പദ്ധതി കൊണ്ടുവരുന്നത്. തിരഞ്ഞെടുക്കപ്പെടുന്ന സംരംഭകർക്ക് 3 വർഷത്തേക്ക് 30 ലക്ഷം രൂപ വരെ ഫണ്ട് നൽകി സഹായം നൽകി അവരെ ബിസിനസ് രംഗത്തേക്ക് വളരാൻ സഹായിക്കുകയാണ് പ്രധാനമായിട്ട് ഇവർ ചെയ്യുന്നത്. അപ്പോൾ പ്രധാനമായിട്ടും ഈ ഒരു സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ആ ഒരു മിനിസ്ട്രിയാണ് ഇതിൽ പ്രധാനമായിട്ട് ഈ ഒരു പദ്ധതി കൊണ്ടുവന്നത്. പ്രധാനമായിട്ടും SC വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കിടയിൽ സംരംഭകത്വം പ്രോത്സാഹിപ്പിക്കുക, അവർ കൂടുതൽ ഇന്നോവേഷൻ കൊണ്ടാക്കാനായിട്ട് സഹായിക്കുക എന്ന് പറയുന്നതാണ് ഇതിന്റെ ഉദ്ദേശം. അപ്പോൾ ഇതിൽ വെഞ്ചർ ക്യാപിറ്റൽ ഫണ്ട് ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ് എന്ന പദ്ധതിക്ക് അടിയാണ് ഇത് കൊണ്ടുവരുന്നത്. 3 വർഷത്തേക്ക് 30 ലക്ഷം രൂപ വരെയാണ് ഫണ്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ ക്വസ്റ്റ്യൻ നമ്പർ 11 നോക്കിക്കഴിഞ്ഞാൽ പ്രധാനമന്ത്രി ജൻധൻ യോജന പദ്ധതിയുമായിട്ട് യോജിക്കുന്ന പ്രസ്താവനകൾ ഏതെന്നാണ് ചോദ്യം. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർക്ക് ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കുന്ന പദ്ധതി, രാജ്യത്ത് ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്തവർക്ക് ബാങ്ക് അക്കൗണ്ട് ഉറപ്പാക്കാനുള്ള പദ്ധതി, നേരിട്ടുള്ള സാമ്പത്തിക ശാക്തീകരണം ലക്ഷ്യമിടുന്ന പദ്ധതി, താഴെ പറയുന്നവരിൽ നിന്ന് ഉത്തരം കണ്ടെത്തുക. PSC ക്യാൻസൽ ചെയ്ത ക്വസ്റ്റൻ ആണ്, പക്ഷേ ഇതിന് ഒരു ഉത്തരം ഉണ്ടെങ്കിൽ നമ്മൾ ഉത്തരം പ്രോപ്പറായിട്ട് എന്താണെന്ന് പറയുകയാണ് നമ്മൾ ഒരു ക്വസ്റ്റനോട് ചെയ്യുന്നത്. അപ്പോൾ ഈ ജൻധൻ യോജനയുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കറിയാം ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ എന്ന് പറയുന്ന ടാർഗറ്റ് ചെയ്തിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതിയായിരുന്നു ജൻധൻ യോജന. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ശരിയായ ഉത്തരം ഏതാണെന്ന് നോക്കാം. 2ഉം 3ഉം മാത്രമാണ്. ഒന്നാമത്തെ പ്രസ്താവന തെറ്റാണ്, 2, 3 ശരിയെങ്കിൽ രണ്ടാമത്തെ പ്രസ്താവന എന്താണെന്ന് നോക്കാം. രാജ്യത്ത് ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്തവർക്ക് ബാങ്ക് അക്കൗണ്ട് ഉറപ്പാക്കുക എന്നാണ് പദ്ധതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. അപ്പോൾ ഇത് ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്തവർക്ക് ബാങ്കിങ് ഫോർ ദ അൺബാങ്ക്ഡ് എന്താണ് ഇതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് തന്നെ. പ്രസ്താവന 3 ശരിയാണ്. എന്തുകൊണ്ടാണ്? എല്ലാവർക്കും ബാങ്കിങ് സേവനങ്ങളും സാമ്പത്തിക സുരക്ഷ ഉറപ്പാക്കുന്നതിലൂടെ സാമ്പത്തിക ശാക്തീകരണം അഥവാ ഫിനാൻഷ്യൽ ഇൻക്ലൂഷനാണ് ഇത് പദ്ധതി ലക്ഷ്യമിടുന്നത്. സർക്കാർ നൽകുന്ന ആനുകൂല്യങ്ങൾ നേരിട്ട് ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തുന്ന സംവിധാനം ഇതിന്റെ ഭാഗമാണ്. നേരിട്ട് ആളുകളിലേക്ക് എത്തി അവരുടെ സൈഡിൽ നിന്ന് അഴിമതി ഉണ്ടാവാൻ സാധ്യതയുള്ളതുകൊണ്ട് അതിനെ മറികടന്നുകൊണ്ട് ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ, ആളുകളുടെ അക്കൗണ്ടിലേക്ക് നേരിട്ട് പൈസ കൊടുക്കുന്ന DBT സംവിധാനമാണ് പ്രധാനമായിട്ട് ഇതിനായിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് മാത്രമാണ് ഇതിനകത്ത് തെറ്റുണ്ടായിരുന്നത്. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർക്ക് ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കുന്ന പദ്ധതിയല്ല, ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ ഉറപ്പാക്കാനായിട്ട് എല്ലാ ആളുകൾക്കും എന്ത് ചെയ്യുന്നു, ബാങ്ക് അക്കൗണ്ട് തുറന്നു കൊടുക്കുന്നു. അതാണ് ഈ പദ്ധതിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറഞ്ഞിരുന്നത്. അപ്പോൾ ജൻധൻ യോജനയുമായിട്ട് ബന്ധപ്പെട്ടായിരുന്നു അവസാനത്തെ ചോദ്യം. അപ്പോൾ ഇനി അടുത്തൊരു എപ്പിസോഡിൽ നമ്മൾ വീണ്ടും ഇതുപോലത്തെ ക്വസ്റ്റൻ ആയിട്ട് വരും. അപ്പോൾ അടുത്ത സെറ്റോട് കൂടി നമ്മുടെ 2021 മുഴുവൻ സെറ്റുകളും PYQs തീർന്നിരിക്കുകയാണ്. അപ്പോൾ പ്രോപ്പറായിട്ട് റിവൈസ് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. PYQ ക്വസ്റ്റൻസ് യൂസ്ഫുൾ ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കണം. കാരണം എല്ലാ എക്സാമുകൾക്ക് റിപ്പീറ്റഡ് ഒരുപാട് ചോദ്യങ്ങൾ എക്കണോമിക്സ് എന്നൊക്കെ ചോദിക്കാറുണ്ട്. പ്രധാനമായിട്ടും പദ്ധതികൾ പഠിക്കുന്ന സമയത്ത് പോലും 2020 മുതലുള്ള എല്ലാ പദ്ധതികളും നോക്കിയാലും റിപ്പീറ്റ് ആയിട്ട് ഒരുപാട് പദ്ധതികൾ വരാനുള്ള പോസിബിലിറ്റികൾ ഉള്ളതുകൊണ്ട് അതുകൂടെ എന്ത് ചെയ്യുക, റഫർ ചെയ്ത് നോക്കി വയ്ക്കുക. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ നമ്മൾ വീണ്ടും ഒരു സ്കീമുകളുടെ പദ്ധതിയുമായിട്ട് 2021 അവസാന എപ്പിസോഡായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.